ഹായ്, നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് എബൌട്ട് ബ്ലൂ ഹിൽസ് എന്നാണ്. അപ്പോൾ ഒരു തികച്ചും തുടക്കക്കാരനാണ്. നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം. എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യണം. അപ്പോൾ ഈ എബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന് പറയാൻ പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 8-10 വർഷമായിട്ട് തമിഴ്നാട് നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് നമ്മളെ ഏർപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിയാണ് കൂടുതലായിട്ടും. കൃഷി എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കൃഷി രീതികൾ അറിയുന്നവർക്ക് തേയില, കാപ്പി, കുരുമുളക്, ഏലം ഇങ്ങനെയുള്ള കൃഷി രീതികളാണ് നമ്മൾ തുടർന്നു കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മളത് തേയിലത്തോട്ടത്തിലാണ് ഇപ്പോൾ ഈ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേയില നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ്, ഏറെക്കുറെ ആൾക്കാർ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പൊടിയായിട്ടാണ് ഇപ്പോൾ ഇത് എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ചെടികൾ എങ്ങനെയാണ്, തോട്ടം എങ്ങനെയാണ്, അതിൻ്റെ ഇല എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ. അത് ഹാർവെസ്റ്റ് ചെയ്യണതും, അത് നമ്മൾ ഷെഡിൽ കൊടുന്നിടുന്നതും, അത് ബാഗാക്കുന്നതും, പിന്നെ അത് തൂക്കി ഫാക്ടറിയിലോട്ട് കയറ്റി പോണതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും അകമഴിഞ്ഞ സഹായം ഉണ്ടായിരിക്കണം. വീണ്ടും പറയുന്നു, ഒരു ബിഗിനറാണ്. അപ്പോൾ അതിൻ്റെ കുറേ പോരായ്മകളുണ്ടാവും. എന്നിരുന്നാലും എല്ലാതും അതിൻ്റെ പോരായ്മകളൊക്കെ ക്ഷമിച്ചിട്ട് മാക്സിമം എൻ്റെ ചാനൽ സബ് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. പിന്നെ തികച്ചും വ്യത്യസ്തമായ വീഡിയോകളാവും വരിക. കാരണം എന്താ വെച്ചാൽ പേരിലുണ്ടല്ലോ എബൌട്ട് ബ്ലൂ ഹിൽസ് എന്നാണ്. അപ്പോൾ ആ പേരിടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നീലഗിരിയുമായി ബന്ധപ്പെട്ടിട്ട് നീലഗിരി ജില്ലയിലെ ചില സ്ഥലങ്ങൾ, അതായത് ഗ്രാമപ്രദേശങ്ങളായിരിക്കും. അപ്പോൾ ഈ നീലക്കുന്നുകളുടെ അടിയിലുള്ള ഈ പച്ചപ്പരവതാനി വിരിച്ച ഇങ്ങനത്തെ തോട്ടത്തിൽ നടക്കുന്ന, അതായത് ഇതിപ്പോൾ തേയിലയാണ്, ഇനി അടുത്തത് കാപ്പിത്തോട്ടമാവും, പിന്നെ ഏലം, അങ്ങനെയുള്ള പിന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഹാർവെസ്റ്റിങ്ങും, അത് ഉണക്കൽ, ഇപ്പോൾ കാപ്പിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉണക്കലും കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോകളായിരിക്കും. വ്യത്യസ്തത എന്ന് പറയില്ല, പലരും ചെയ്യണുണ്ട്. പക്ഷെ ഇത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് അത് നിങ്ങളിൽ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തോട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. തോട്ടം മുഴുവനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇത് തോട്ടത്തിലുള്ള ഒരു ഓറഞ്ച് മരമാണ്. ഇപ്രാവശ്യം കായ്ച്ചിട്ടില്ല. എല്ലാ വർഷവും നല്ല കായ്ക്കലുണ്ട്. ഇതുപോലത്തെ 3 മരം വേറെയുണ്ട്. മൊത്തം 4 മരമുണ്ട്. പിന്നെ ചായച്ചെടിൻ്റെ ഇടയിലൂടെയൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കവുങ്ങ് തൈ വെച്ചിട്ടുണ്ട്. ഇൻ്റർസെമംഗ്ല എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത്. കുള്ളം കവുങ്ങാണ്. 1.5 വർഷമായി വെച്ചിട്ട്. 10 അടി അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. 600 കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ഏക്കറിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളൂ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചതാണ്. അപ്പോൾ നമ്മളെ പണിക്കാർ ഈ ഭാഗത്താണ് ചപ്പെടുക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കവുങ്ങ് വെച്ചിട്ടുണ്ട്. പണിക്കാർ ഈ ഭാഗത്തായിട്ടാണ് പണിക്കാരിപ്പോൾ ചപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. പിന്നെ തോട്ടത്തിൽ മൊത്തം സിൽവർ റോക്ക് കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏറെക്കുറെ മരത്തിൻ്റെ മുകളിലൊക്കെ കുരുമുളകുണ്ട്. കുരുമുളക് വള്ളികൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ആയിട്ട് നല്ല വെയിലുണ്ട്. ആകാശത്തു നിന്നേ ടോർച്ചടിക്കുന്നുണ്ട്. അവിടെയാണ് പണിക്കാർ ചപ്പെടുക്കുന്നത്. ആകാശത്തു നിന്ന് ടോർച്ചടിക്കുന്നുണ്ട്. അത് വീഡിയോനെ ഒരു ക്ലിയറിനെ ബാധിക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്കങ്ങോട്ട് മാറിപ്പിടിക്കാം. ഇവിടേന് ചപ്പെടുക്കുന്നതെന്ന് മുകൾ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്.
അക്ക ഈ ചെടി വെട്ടിക്കാണി. നമ്മളെ മുട്ടക്കയാണ് ചപ്പെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കത്രികയിൽ എൻ്റെ കൊട്ടയിൽ ഇളയ ചപ്പുകൾ മൊത്തം വെട്ടി എടുക്കും. അതിലുണ്ട് ആ അത് നിറയുമ്പോൾ അവരെ ബാക്കിലൊരു താട്ട് കെട്ടിയിട്ടുണ്ട്. ആ താട്ടിലേക്ക് കണ്ടിട്ടു ഈ കത്തറിൻ്റെ കൊട്ട നിറയുമ്പോൾ ഇളയ ഏകദേശം ഒരു ഇളം പച്ച കളറിലുള്ള ഇതാണ് ഇളയതായിട്ട് കിട്ടുന്നത്. ഡാർക്ക് ഗ്രീൻ ആകുമ്പോൾ ആ ഇല മൂത്തിട്ടുണ്ടാവും. മൂത്ത് പോയാൽ പിന്നെ ഫാക്ടറി അത് എടുക്കില്ല. നമുക്ക് ഈ ഇളയ ചപ്പ കിട്ടുന്നുണ്ട്. ഇതാണ് പിന്നെ ചായപ്പൊടിക്ക് കയറിപ്പോകുന്നത്. രണ്ടലിയും തിരിയെന്നറിയും. ഈ കണ്ടീഷനിലുള്ള ചപ്പാണ് എടുക്കുന്നുണ്ട്. സുമിത്രേച്ചി തവിട്ടിന് മുട്ടക്കുണ്ട്. അപ്പുറത്ത് സീനത്ത് താത്തുണ്ട്. മുട്ടക്ക ഇങ്ങനെ വെട്ടുമ്പോൾ കണ്ടോ, ഈ ഇളയ ചപ്പ് മാത്രമായിട്ട് ഈ കൊട്ടയിൽ വന്ന് വീഴും. ഇതിനി എടുത്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 20 ദിവസം കൂടി കഴിയുമ്പോഴേ അടുത്ത റൗണ്ട് എടുക്കാനാവുള്ളൂ. അപ്പോൾ ഈ തോട്ടം മൊത്തത്തിൽ ഏകദേശം 11.5 ഏക്കറോളം ഉണ്ട്. അത് റൗണ്ട് അടിച്ച് വരുമ്പോക്കിന് ആദ്യം എടുത്ത ഭാഗത്ത് വീണ്ടും എടുക്കാനാവും. അപ്പോൾ അതാണ് ഈ തോട്ടത്തിലുള്ള വീട്. നമ്മുടെ വീട് ഇതാണ്. നമ്മൾ താമസിക്കലൊക്കെ ഇതിൽ തന്നെ കേട്ടോ. ഇതാണ് തോട്ടത്തിൻ്റെ ഒരു ഏകദേശ വ്യൂ. പകുതി ഭാഗങ്ങളെ ഇപ്പോൾ ഈ ഇതിൽ കാണുള്ളൂ, വീഡിയോയിൽ കാണുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ചപ്പെടുക്കുമ്പോൾ ഈ ഭാഗം കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇവരെ പുറത്ത് കെട്ടിയിട്ടുള്ള ഈ താട്ട് നിറയുമ്പോൾ അവരവരെ ബാഗുകളുണ്ടാവും. ഈ ബാഗിൽ കൊടുന്നിട്ട് അത് തട്ടും. ഈ ബാഗിലേക്ക് നിറക്കും. ഇത് താട്ട് നിറയുമ്പോൾ വേഗം കൊടുന്ന് തട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോൾ അവരെ തലയും വേദനിക്കും. പിന്നെ പുറം നല്ല വേദന ഉണ്ടാവും. നല്ല ബാക്ക് പെയിനൊക്കെ പെട്ടെന്ന് ഉണ്ടാവും കുറേ സമയം ഇത് ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുമ്പോൾ. നിറഞ്ഞാൽ വേഗം വന്നിട്ട് തട്ടുക. പിന്നെ നമുക്ക് ഈ ചപ്പ് പിന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലുണ്ടായതുകൊണ്ട് കൂടുതൽ സമയം അവിടെ വെക്കൂല. ഈ ഒരു ബാഗ് നിറഞ്ഞാൽ വേഗം കൊണ്ടുപോയി ഷെഡിൽ തട്ടുക. അവരവരെ ഓരോ ബാഗിലും അവരവരെ വെട്ടണത് തന്നെ ഇടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തനി വെയിറ്റ് ഇടണം. ഇവർക്ക് നമ്മൾ പിന്നെ ഇവരെടുക്കണ തൂക്കത്തിനനുസരിച്ചിട്ട് ഇവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെയിറ്റ് ഇടുമ്പോൾ അവരവരുടെ പേരിൽ വെയിറ്റ് എഴുതി വെക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെ ഷെഡിൽ ചപ്പിടാനും ഒക്കെ അവിടെ തന്നെയാണ്. ഇനി ഇത് ഓരോരോ ബാഗിലേക്ക് 25 കിലോനാക്കി മാറ്റുക. ഫാക്ടറിക്ക് കൊണ്ടുവരാം. നമ്മൾക്ക് കണ്ണിക്കാരം ഉണ്ടാക്കാൻ മതി. അവൻ കണ്ണിക്കാരം ഉണ്ടാക്കാണ്ടോ പാട്ടി ചേരം പേറ്റിന് പറഞ്ഞു. അത് അമേരിക്കയിലെ ഒന്നിനും സെല്ലാതെ ഓടുന്നു വരട്ടി വിട്ടാണേ. അവങ്ങിട്ട് കാശ വാങ്ങണ വരച്ചു വിട്ടാൻ. അവൻ ചുമ്മാ വരച്ചു വിട്ടാണാ. നല്ല കാശ അവങ്ങിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ഇതും மிருகங்க இருக்கிறதுக்கு இடம், மனுஷன் இருக்கிறதுக்கு இடம் இல்லை. அமெரிக்காவிலேருந்து விரட்டுறாங்க ஆளுகள் எல்லாம். தமிழ்நாட்டுக்காரங்கள இந்தியாக்காரங்க எல்லாம் எங்கே விடுவாங்க, எங்கே விட மாட்டாங்க. அது தெரியுமா? அதுக்கு தான் சொல்கிறது, அவனுக்கு ஒரு இடத்துல நிலவை உண்டாக்கிக்கணும். அப்போ எங்கேயும் வைக்க மாட்டாங்க. ഇവർ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത്. ഇവരിവിടെ തേയില നുള്ളുന്ന ആൾക്കാരായാലും ശരി, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ പുറത്താക്കുന്നുണ്ടെന്ന് പറഞ്ഞ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 25 കിലോൻ്റെ ബാഗാക്കിയിട്ട് അത് തൂക്കിയിട്ട് പിന്നെ ഫാക്ടറിൻ്റെ ഏജൻറ്റ് വന്നിട്ടുണ്ട്, അയാൾ കൊണ്ടുപോകും. നമ്മൾ ആ ഏജൻറ്റിനാണ് കൊടുക്കൽ. ഏജൻറ്റിന് അവിടുന്ന് കമ്മീഷൻ ഉണ്ടാവും. എല്ലാ ബാഗും കുത്തി അമർത്തിയിട്ട് 25 കിലോനാക്കും. സുമിത്രേച്ചിയാണ് വാരിയിട്ടുന്ന ആൾ ബാഗക്ക്. മുട്ടയ്ക്ക് ഞാനുമാണ് ചാക്കിൽ കുത്തി അമർത്തുന്നത്. സീനത്ത് താത്ത ഹാഫിച്ച ബാഗിൽ നിറച്ച് വെക്കും അവിടെ. പിന്നെ കുത്തി അമർത്തേണ്ട ജോലി നിൽക്കും മുട്ടക്കൊക്കെ ഉള്ളതാണ്. സുമിത്രേച്ചിയാണ് കൊടുന്ന്
അതിൽ ബാഗ് ഇട്ട് തരുന്നത്. 25 കിലോനെ ഇടാൻ പാടുള്ളൂ, അതിൻ്റെ മുകളിൽ ഇടാൻ പാടില്ല. ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി വന്ന് കൊണ്ടുപോകും. വൈകുന്നേരം രാത്രിയാകുമ്പോഴേക്കിന് ഫാക്ടറിയിലെത്തും, അരവ് തുടങ്ങും. നമ്മൾ ഫാക്ടറിയിലത്തെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല, അത് ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കും. ഇപ്പോൾ ഇവിടുന്ന് നമ്മളെ തോട്ടത്തിൽ നിന്ന് പോകുന്നത് വരെയുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു ഇടയ്ക്കിടയ്ക്ക് നല്ല കച്ചറൊക്കെ കൂടും, തിരക്കുണ്ടാവും. സുമിത്രച്ചും മൊട്ടയ്ക്കും കൂടിയാണ് ഉണ്ടാകുക. അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് ചെവി കൊടുക്കാതെ നിൽക്കും. സുമിത്രച്ചി പണിയിൽ ഭയങ്കര ശ്രദ്ധയാണ് ഈ കാര്യം. അപ്പോൾ ശ്രദ്ധ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രച്ചി ചീത്ത അറിയും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചപ്പിൽ വല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല. വർഷക്കാലത്ത് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ചപ്പുമിൽ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിന് ഒന്ന് വെയിറ്റ് ഇടുമ്പോൾ കട്ട് ചെയ്യും. ഇപ്പോൾ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുത്തി അമർത്തണം, നല്ല 25 കിലോനെ പിടിക്കുകയുള്ളൂ. ഏകദേശം കുത്തി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 കിലോൻ്റെ അടുത്തൊക്കെ വരും. പക്ഷേ അത് തൂക്കം ലാസ്റ്റ് ഒന്നും കൂടി വെയിറ്റ് ഇടും. അപ്പോൾ കറക്റ്റാക്കിയിട്ട് കുറച്ചും കൂടി അതിനൊക്കെ എടുക്കാണ്ടാവും. அதுக்குள்ள இடத்த வெட்டி ஸ்கூல் கட்டி வச்சு இந்தா இப்படியே குருவிட்டு வருவான்னு கணக்கு. கரண்ட் ஒன்றும் இல்லை, வெறும் வெளிச்சத்தில் பந்தம் பிடிச்சி கேனில் பார்த்து வச்சுட்டு சிரட்டைக்குள்ள அதை கேனில் பார்த்து வச்சுட்டு எடுத்துகிட்டு வருவோம். எங்கள் பிள்ளைங்க இவங்க அங்கே வந்து போவாங்க, எங்கள் பிள்ளைங்க அப்படி வரும். இது சொன்னால் யாராச்சும் நம்புவாங்க. ഇനി ഫാക്ടറിൻ്റെ ഏജൻറ്റ് വന്നിട്ടുണ്ട്, ചപ്പ ഏജൻറ്റ്. ഇനി അവരെ പിന്നെ വെയിറ്റ് ഇടലാണ്. ഇനി ഓരോ ബാഗും അവർ വെയിറ്റ് ഇടും. വെയിറ്റ് ഇട്ട് 25 കിലോ കറക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നിറച്ചത് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും, ഒരു 2 കിലോ 3 കിലോ ഒക്കെ കൂടുതലുണ്ടാവും, ചിലപ്പോൾ ഒരു 1/2 കിലോ. അപ്പോൾ അവർ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് 25 ആക്കിയിടും. അങ്ങനെ ഓരോ ബാഗും അങ്ങനെ ചെയ്യും. ഇനി ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് ഇന്ന് രാത്രി അരക്കണ ഷിഫ്റ്റിക്ക് എത്തും. അത് അപ്പോൾ ഫാക്ടറിയിലെത്തി எங்கே அசாம் அந்த டீயை வேணுமாமா, அசாமோட டீ. ஆனால் அசாமோட டீ செடி இங்கே இருக்குது. செடி வந்து சாதாரணமாக அந்த பெரிய கொட்டை செடியெல்லாம் நோய் வராது. அதாவது சீக்கிரம் சொன்ன மாதிரி அதுக்கு நோவும் வராது. நோய் வராது, ஆனால் இது ஆனால் இலை வட்டம் அந்த செடியெல்லாம் இருக்குதுங்க அந்த காட்டில். நீ வெட்டிட்டு விறகாயிட்டு கொண்டு வந்திய ஒரு அசாமோட செடியா. செல்லில் எடுத்த உடனே இவங்க பாட்டுக்கு வசமாக அள்ளி வச்சுட்டாங்க. பொடி 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 അങ്ങോട്ടാ എനിക്ക് സുമിത്രേച്ചി മൊട്ടയ്ക്കും കൂടി അവിടെ എന്തോ ഒരു വശപ്പശക്ക് ഉണ്ടായിട്ടുണ്ട്. സുമിത്രേച്ചി ചീത്ത പറയാണ്. മൊട്ടയ്ക്കും സുമിത്രേച്ചിയും കൂടി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെയാണ്. സീനത്താത്ത കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. பயிற்சி நல்லா இருக்குதுல்ல. അപ്പോൾ ഈ ചപ്പുകളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇന്ന് രാത്രിത്തെ ഷിഫ്റ്റിൽ തന്നെ അരച്ച് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരക്കാൻ പറ്റില്ല. മൂത്ത് കഴിഞ്ഞാൽ ഫാക്ടറി റിജക്റ്റ് ചെയ്യും. ഇത് ഇളയ ചപ്പ തന്നെ വേണം, അപ്പോഴേ ശരിക്കും അരഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നാരാവും. നമ്മൾ പിന്നെ സാധാരണ ചായച്ചെടീൻ്റെ മുകളിലൊക്കെ നല്ല ഫംഗിസൈഡ് വിഷാംശങ്ങളൊക്കെ അടിക്കാറുണ്ട്. ഞങ്ങളങ്ങനെ കൂടുതൽ ഫംഗിസൈഡൊന്നും അടിക്കലില്ല.
കാരണം എന്താ വെച്ചാൽ അടിക്കാറില്ല എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യം അടിക്കും. എന്താ പറയുക, മഴക്കാലത്ത് ബ്ലിസ്റ്റർ വരും ഒരു ചീക്ക്, ആ അസുഖം വരുമ്പോൾ ഒരു പ്രാവശ്യം അടിക്കും. പിന്നെ വേനൽക്കാലത്തും ഇതേപോലെ ഒരു അസുഖം വരാണ്ട് അപ്പോൾ മാത്രം അടിക്കും. ബാക്കിയുള്ള തോട്ടക്കാരൊക്കെ മാസം മാസം അടിക്കാറുണ്ട്. ഞങ്ങൾ അത്ര ഫംഗിസൈഡ് കൊടുക്കലില്ല. എന്നാലും ഞങ്ങളെ ചപ്പ് വലിയ കുഴപ്പമില്ലാതെ കിട്ടലുണ്ട്. ഇപ്പോഴും ചില തോട്ടങ്ങളിലൊക്കെ ഭയങ്കര ചീക്കായിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ഇല നല്ല ഇലയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതൽ വിഷാംശം അടിച്ച് തള്ളാറില്ല. അത് ചിലവും കൂടുതലാണ്, പക്ഷേ ആരോഗ്യത്തിനും നല്ല. പക്ഷെ ഞങ്ങളങ്ങനെ ഒരു ചെറിയൊരു തോട്ടക്കാരങ്ങനെ ഒന്നും ആവില്ല. ഫാക്ടറിയിലൊക്കെ ലോഡ് കണക്കിന് ചപ്പ് വരുന്നതാണ്. ഒക്കെ മരുന്ന് അടിക്കുന്നെങ്കിലും കൂടിയിട്ട് ഇവിടെ ഫാക്ടറിയിൽ ചെന്നിട്ട് നല്ല എത്രയോ ഡിഗ്രി ചൂടുള്ള വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ ഇതൊക്കെ പോവും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ പറഞ്ഞില്ലേ 2 പ്രാവശ്യം അടിക്കലുണ്ട്. 6 മാസം കൂടുമ്പോൾ ഓരോരോ മരുന്ന് മാത്രം. കുറേ പേര് മാസം അടിക്കലുണ്ട്. ഞങ്ങൾ അത്ര മരുന്നുകളൊന്നും അടിക്കലില്ല. ഇനിയിപ്പോൾ ഇത് അവരെ മുത്രാസണ്ണനാണ് ഏജൻറ്റിൻ്റെ വണ്ടിക്ക് കയറ്റും. ഇനി ഈ ചാക്കുകളൊക്കെ കയറെടുത്ത് കെട്ടിയിട്ട് അവരെ വണ്ടിയിൽ ഇപ്പോൾ തൂക്കൽ വെയിറ്റ് ഇടലൊക്കെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അവർ അതിൻ്റെ ബില്ല് തരും. പിന്നെ 2 മാസം പിടിക്കും നമുക്ക് ഇതിൻ്റെ പൈസ കിട്ടാൻ. ഇത് ലാസ്റ്റ് വരുന്ന ഒരു ചാക്കാണ്. ഇത് വെയിറ്റ് ഇട്ടപ്പോൾ 12 കിലോ ഉണ്ട്. ബാക്കി എല്ലാ ഭാഗവും 25 കിലോന്. 2 മാസം കൂടുമ്പോഴാണ് നമുക്ക് ഒരു മാസത്തെ നമ്മളെ ക്യാഷ് എപ്പോഴും ഫാക്ടറിയിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഏറെക്കുറെ ഇവിടെ അവസാനിച്ചു. ഇനി ഓരോ ചാക്കെടുത്ത് വണ്ടി കൊണ്ടുപോയിടുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതിനിടയിൽ സുമിത്ര ചേച്ചി മുട്ടക്കനായിട്ടൊന്ന് തെറ്റി മോൾക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ വണ്ടിയിൽ ലോഡ് ചെയ്ത് മുത്രാസണ്ണൻ പോവും. ഓക്കെ, ബൈ.